ആതിര, ഇപ്പൊ വേടനെ ഈ CPM-കാര് ഇത്രക്ക് പൊക്കിപ്പിടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. യഥാർത്ഥത്തില് എല്ലാരും പറയുന്നുണ്ട് BJP ആണ് ഏറ്റവും കൂടുതൽ വർഗീയവാദികൾ അല്ലെങ്കിൽ ജാതിപരമായിട്ട് സംസാരിക്കുന്നത് അവരാണ് എന്നുള്ളത്. പക്ഷെ ഏറ്റവും കൂടുതൽ ഈ ജാതീയത ഉള്ളിലുള്ളത് ഇവർക്കല്ലേ? നമുക്കങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. പിന്നീട് ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു സൊസൈറ്റിയിൽ ഒരു വിഷയത്തെ പറ്റി പറയുമ്പോൾ അത് എങ്ങനെയാണ് ആ സമൂഹത്തെ ബാധിക്കുക എന്നുകൂടെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വേടന്റെ വിഷയമാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ജാതി എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് വേടനാണെന്നും ജാതീയത പറഞ്ഞു വെക്കുന്നത് വേടനാണ്, അല്ലെങ്കിൽ കറുപ്പിന്റെ രാഷ്ട്രീയത്തിലൂടെ ആ ഒരു തന്റെ നിലപാട്, ഇപ്പൊ ചിലർക്ക് തോന്നും ഇതൊരു തന്റെ നിലപാട് അറിയിക്കലാണ്, കലയിലൂടെയുള്ള പ്രതിഷേധം അറിയിക്കുകയാണ്. പക്ഷെ ജാതീയത അങ്ങനെ ഇല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്. ഒരു ചെറിയ ഗ്രാമങ്ങളിൽ തൊട്ട് സിറ്റികളിൽ പോയാൽ തന്നെ ആ ഒരു ജാതീയത ഉണ്ട്. ഇത് അറിയാത്ത ആൾക്കാരിലേക്ക് എന്തിനാണ് ഇത് ഇൻജക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, നിലനിൽക്കുന്നുണ്ടാവാതിരിക്കാം എന്ന് വെച്ച് അതൊരു മൈനോറിറ്റി മാത്രമാണ്, മെജോറിറ്റി അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ഈ മെജോറിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മളെ ബാധിക്കാത്തൊരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു മൈനോറിറ്റിയിൽ നിൽക്കും. അല്ലാത്ത സമയത്ത് നമ്മൾ ആ മെജോറിറ്റിയിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോ ഒരു പുറത്തുള്ള ഒരു സാഹചര്യം കാണുന്ന സമയത്ത് അയ്യോ അവര് തമ്മിൽ കല്യാണം കഴിച്ചോട്ടെ, വിഷയമൊന്നുമില്ല, ജാതി മതമൊക്കെ എന്താണ് വിഷയം എന്ന് ചോദിക്കുന്ന ആൾക്കാർ സ്വന്തം കുടുംബത്തിലേക്ക് ഇത്തരത്തിലൊരു കാര്യം വരുമ്പോഴത്തേക്കും എതിരഭിപ്രായം പറയുന്നത് കേട്ടിട്ടില്ലേ? അത് മൈനോറിറ്റിയാണ്. എല്ലാവരും ഇപ്പം ഉണ്ട് എന്നുണ്ടെങ്കിലും അതൊക്കെ ഇപ്പൊ കുറെയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പണ്ടുള്ള അത്ര ഉണ്ട് എന്നുള്ളത് ഇപ്പൊ പറയാൻ പണ്ടുള്ളതിന്റെ അത്രയും ഇപ്പൊ ഉണ്ട് പണ്ടൊരു അഭിമാനമായിരുന്നു തുറന്നു പറയുന്നത്. ഇപ്പൊ അതൊരു അപമാനമാണ് തുറന്നു പറയുന്നത്. കാരണം ഞാൻ ഈ ഒരു ജാതീയത എന്റെ മൈൻഡിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് പറയുന്നത്, അത് പുറത്താരെങ്കിലും പറയുന്നതും അറിയുന്നതിനോടും ഇപ്പൊ ഒരു ഇത് തോന്നി. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, പണ്ട് നടക്കുന്ന അത്രയും ഇന്ന് നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് നമ്മള് ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഈ ജാതീയ കൊലപാതകമാണെങ്കിലും എല്ലായിടത്തുനിന്നും ഈ മുഖ്യധാര മാധ്യമങ്ങൾ വഴി മാസത്തിലൊരു മിനിമം 5-10 എണ്ണമെങ്കിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് 5-10. ബാക്കിയുള്ളതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടാതെ നടക്കുന്ന ജാതീയ കൊലപാതകങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അത് ഈ 2026 നമ്മൾ 21-ാം നൂറ്റാണ്ടല്ലേ, നമ്മൾ തന്നെ ഇവിടെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതൊരു ടൂളായിട്ട് എടുക്കുന്നുണ്ട്. മേ ബി ഇത് ശരിയായിരിക്കാം. ഇപ്പോ തിരുവനന്തപുരത്ത് തന്നെ ഒരു 2025 അവിടെ കാര്യവട്ടത്ത് ഒരു പ്രൊഫസർ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്, എല്ലാ കോളേജുകളിലും ഇങ്ങനെ ഒരു ജാതി അധിക്ഷേപം ഉണ്ടോ എന്നുള്ളത്. ഇതിന് കാണുന്ന ആൾക്കാർ എല്ലാ ആളുകളും ഇങ്ങനത്തെ ഒരു ജാതി അധിക്ഷേപം നേരിടുന്നുണ്ടോ എന്നുള്ളത്. ഇത് വളരെ മൈനോറിറ്റിയാണ്. അതായത് നമുക്ക് അനുഭവിക്കാത്തത് കൊണ്ട് ഒരിക്കലും നമ്മളത് മൈനോറിറ്റിയിലാണ് എന്ന് പറയുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മൈനോറിറ്റി ജാതി അധിക്ഷേപം എന്ന് പറയുന്ന സമയത്ത് അവരത് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, എന്റെ വീട്ടിൽ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ജോലി ചെയ്യുന്നത്, അപ്പോ എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ജോലി ചെയ്യാൻ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അവർക്കറിയാം അത് താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയാണ്. അപ്പൊ ചിത്രയുടെ അടുത്തേക്ക് ഒരു സെർവന്റ് വരുന്ന സമയത്ത് ചിത്ര അവരുടെ ജാതി നോക്കൂ? ഇല്ല. നമുക്ക് നമ്മളുടെ ഇവിടുത്തെ വീട്ടിന്റെ ജോലി നടക്കണം, നമ്മുടെ സ്ട്രെസ് ഫ്രീക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഒരാളെ ജോലിക്ക്. അതിപ്പോ മേൽജാതിയിൽപ്പെട്ട ആരെങ്കിലും ആണെന്നുണ്ടെങ്കിലും നിർത്തുന്നോണ്ട് നമുക്ക് അങ്ങനെ നോക്കത്തില്ല. പക്ഷെ ഇവര് കൃത്യമായിട്ട് അത് താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയാണ്, പക്ഷെ അത് ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ കഴിക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഐറ്റം എന്ന് പറയുന്ന സിസ്റ്റം ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യം പറയുന്നത്. അപ്പോ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ സൊസൈറ്റിയിലേക്ക് മറ്റൊരു തോട്ടൂടെ കൊടുക്കണം. ഓക്കെ, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാര് ആയിരിക്കും ഇത്തരം ജോലികൾ ചെയ്യുന്നത്, ഇങ്ങനെയൊരു തോട്ടും കൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ തോട്ട് കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പൊ ഈ വേടന്റെ ഈ ഒരു കാര്യം കൂടി വരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ വേടൻ ഈ പറയുന്ന കുറെ കാര്യങ്ങള് ആളുകൾക്ക് അറിയില്ലാത്ത കുറെ ജാതി പേരുകൾ പോലും ആളുകളിലേക്ക് ഇൻജക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോ ആളുകൾ നോക്കുമ്പോ ഇതൊക്കെ ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത് എന്നുള്ളൊരു തോട്ടാണ് വരിക. നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷെ ആളുകൾ മറന്നു പോണം. അല്ലാണ്ട് എപ്പോഴും ജാതി ഇതാണ്, മറ്റേത് മേൾ ജാതിക്കാര് ഇങ്ങനെയുള്ള ആൾക്കാരാണ്
എന്നുള്ളൊരു തോട്ടല്ല ആൾക്കാർക്ക് കൊടുക്കേണ്ടത്. ശരിക്കും ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ്. ഈ ചരിത്രമുള്ള കാലത്തോളം ഈ ഒരു കാര്യം ഇവിടെ നിലനിൽക്കും. പക്ഷെ അത് ഇങ്ങനെ വാവഴിയായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ഏർപ്പാട് ചിലപ്പോൾ കുറെ കാലം കൂടെ കഴിയുമ്പോഴത്തേക്കൂടെ നിൽക്കുമായിരിക്കും. അതങ്ങനെ നിൽക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വർണ്ണ വിവേചനം അല്ലെങ്കിൽ ഇത്ര ജാതി വിവേചനം ഒക്കെ നിൽക്കുന്ന ഒരു കാലം നമുക്കത് പറയാൻ പറ്റത്തില്ല. 2030 ഇത് ശരിക്കും പറഞ്ഞ ഒരു ട്രോമയാണ്. അതായത് ഇതിപ്പോ നമുക്ക് അങ്ങനത്തെ ഒരു ട്രോമ നമ്മള് ജന്മന ഒരു കുട്ടിക്കാലത്താണ് അനുഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ട്രോമയായിട്ട് നിലനിൽക്കും. നമ്മൾ അത് എന്ത് കാര്യങ്ങൾ വന്നാലും നമ്മൾ ഈ ഒരു കാര്യത്തോട് കണക്ട് ചെയ്ത് പറയും. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ട്രോമ മാറ്റേണ്ട കാര്യമാണ്. വേടന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ട്രോമയാണ്. വേടൻ അത് മാറ്റേണ്ട സമയം. വേടന്റെ ട്രോമയ്ക്ക് അപ്പുറത്തേക്കും നമുക്ക് ഈ ഒരു സിസ്റ്റം വേടൻ സംസാരം അല്ലെങ്കിൽ വേടൻ ഈ ഒരു കാര്യം പറഞ്ഞില്ല എന്ന് വിചാരിച്ച് നിൽക്കാൻ പോകുന്നില്ല. കാരണം ഒരു ചെറിയ കുട്ടി, എന്റെ ഒരു ചെറിയ കാലത്തിലൊക്കെ ഞാൻ അന്ന് സ്കൂളിൽ ആദ്യമായിട്ട് എന്താ ജാതി എന്ന് ചോദിച്ചപ്പോ എനിക്കറിയത്തില്ലായിരുന്നു എന്താ ഈ സംവിധാനം എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഈ കാസ്റ്റ് ചോദിക്കുന്ന രീതിയുണ്ട്. അപ്പൊ ഈ കാസ്റ്റ് ചോദിക്കുന്ന സമയത്തും അതേപോലെ നമ്മുടെ ഭരണഘടന നമുക്ക് കുറെ അധികം ആനുകൂല്യങ്ങളും റിസർവേഷൻസും ഒക്കെ പ്രതിദാനം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോ ഈ റിസർവേഷൻ എന്തിനാണെന്ന് ഒരു പ്രായം എത്തുമ്പോൾ ഒരു കുട്ടി അറിയുമ്പോഴത്തേക്കും ഓക്കെ ഈ ഒരു ജാതി വിവേചനമുണ്ട്, അല്ലെങ്കിൽ ഇവരെ എപ്പോഴും, അല്ലെങ്കിൽ നമുക്ക് ഇത് അങ്ങനെ അങ്ങ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പലരും ഈ റിസർവേഷനൊക്കെ സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ പറയില്ലേ. അതാണെങ്കിലും നമുക്ക് തോന്നും ഈ റിസർവേഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആരും ഈ ജാതി മിണ്ടത്തില്ലല്ലോ എന്നുള്ളൊരു കാര്യം. പക്ഷെ അതുപോലും പോസിബിൾ അല്ല എന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. പെട്ടെന്ന് നമുക്കൊന്നും നിർത്താൻ പറ്റില്ല. അല്ലെങ്കിൽ തുടക്കത്തിലെ നമ്മുടെ ഇപ്പൊ ചിത്രയുടെ കുട്ടീനെ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കുന്ന സമയത്ത് അഡ്മിഷൻ എടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ കോളങ്ങളൊക്കെ കാണും. റിലീജിയൻ ഏതാണ്, കാസ്റ്റ് ഏതാണ്, ഇങ്ങനത്തെ ഒരുപാട് കോളങ്ങൾ ഉണ്ടാവും. അതേപോലെ ഇത് പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ ജാതിയുടെ അവിടെ ഇത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ അതേക്കുറിച്ച് ബോധേഡല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ജാതി ഇതാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ പകച്ചു പോകേണ്ട സിറ്റുവേഷൻ, അങ്ങനത്തെ ഉള്ള ഒരു കാര്യം ആൾക്കാരുടെ കുഞ്ഞു മക്കളുടെ ഉള്ളിൽ നിന്ന് വരെ മാറ്റണം എന്നുള്ളത്. ഞാൻ ഈ വേടന്റെ കാര്യം എടുത്തിട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മേൽജാതിക്കാർ ഇങ്ങനെയാണ് കീഴ്ജാതിക്കാർ ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരാളാണ് വേടൻ. അപ്പോ ആ ആളെ ഈ ഇലക്ഷൻ ഈ ഒരു ടൈമില് ഇവര് ഈ എന്താ പറയാ കളത്തിലേക്ക് ഇറക്കുമ്പോ അത് എത്ര ഒരു വൃത്തികെട്ട ഒരു മൈൻഡാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേടനെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല നമ്മൾ വേടനെ കണ്ടിട്ടുള്ളത്, ഒരു കഞ്ചാവ് കേസിലും കൂടി ആള് പ്രതിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കൂടിയാണോ ഈ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ ആയിട്ട് ഇവര് കൊണ്ട് നിർത്തുന്നത് എന്നുള്ളത് ചോദിക്കാൻ എനിക്ക് ശരിക്കും നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളും പെർഫെക്റ്റ് അല്ല. ഇപ്പൊ നമ്മൾ ഇരുന്ന് ജഡ്ജ് ചെയ്യാൻ പോവാണെങ്കിൽ ഇപ്പൊ എന്റെ മുമ്പിൽ വരുന്ന ഇപ്പൊ നമ്മൾ പറയില്ലേ എന്നോട് ഇയാൾ ഇങ്ങനെയായിരുന്നു, ഞാൻ അയാളുടെ ഈ നല്ല കാര്യം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, അയാളുടെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അതുകൊണ്ട് എനിക്ക് അയാളെ കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. വേടന്റെ കാര്യത്തിൽ വേടനെ എനിക്കിഷ്ടം അദ്ദേഹത്തിന്റെ ആർട്ടിസ്റ്റ് എന്ന രീതിയിലാണ്. അതുകൊണ്ട് അയാൾ ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാലും അയാൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാലും ഞാൻ അയാളെ എങ്ങനെ വിലയിരുത്താൻ പോകുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദിലീപിനെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകേഷിനെ കുറ്റം പറയാൻ പറ്റില്ല. രാഷ്ട്രീയത്തെ ഒന്നും ആരും മുകേഷിന്റെ സിനിമ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ദിലീപിന്റെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ കാണുന്നുള്ള സത്യമാണ്. നമ്മൾ എത്ര ഇരുന്ന ഡിഗ്രേഡ് അവരുടെ വാർത്തകളിലേക്ക് വരുമ്പോ എന്താ വരിക? അല്ല, അത് അവരുടെ വ്യക്തിപരം. ഇത് കേസുകൾ വരുന്ന സമയത്തല്ലേ, കേസ് വരുന്ന സമയത്ത് ഒരാൾ വന്ന് ഒരാൾക്കെതിരെ അതിക്രമണം നടന്നു എന്ന് പറയുന്ന സമയത്ത് അയാളുടെ സിനിമ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഓക്കെ ആണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ വേടനെ അറസ്റ്റ് ചെയ്ത് അതുകൊണ്ടാണല്ലോ, വേടൻ എന്ന കലാകാരനെ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അയാൾ കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുലിപ്പല്ല് നഖമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അതിന്റെ കമന്റ് സെക്ഷൻ ഒന്ന് ആലോചിച്ച് ഈ അവാർഡിന്റെ കാര്യം വന്നപ്പോ ഈ ആ ഒരു വേദിയിൽ വന്നിട്ടുള്ള കാര്യം ആലോചിച്ച് നോക്കണമായിരുന്നു. അതിന്റെയൊക്കെ കമന്റ് സെക്ഷൻ ആലോചിച്ച് നോക്കണം, കണ്ടു നോക്കണം. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇങ്ങനെയുള്ള പറയുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താണ് എന്നുള്ളത്. ആദ്യം നിങ്ങൾ ഈ ജാതി 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 എന്ന് പറഞ്ഞു നിൽക്കുന്നത് നിർത്തുക. നമുക്ക് ആകെ ഒരു ജാതി എനിക്കറിയുള്ളൂ, മറ്റേ ജാതിക്കാ മരം എന്നുള്ളത് മാത്രം മനസ്സിൽ വിചാരിക്കും. ഇല്ലാണ്ട് എല്ലാ ദിവസവും ജാതി ജാതി ജാതി. ചില ആൾക്കാര് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭയങ്കര വൈബിന് വേണ്ടി വേടന്റെ പാട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോ ഇതിനകത്ത് കൂടി വരുന്ന വേർഡ്സ് ഒക്കെ ഇവര് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഹാംഫുൾ ആവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇതിന് എതിരഭിപ്രായമുള്ള ഒരുപാട് പേരുണ്ട്. നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. ഇഷ്ടമുള്ള കല ആസ്വദിക്കേണ്ടതാണ്. കലയുടെ അപ്പുറത്തേക്കും കലയെ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. എനിക്കിപ്പോ അയാൾ പറയുന്നതിനകത്തില് അത് ഉൾക്കൊള്ളാനോ ഉൾക്കൊള്ളാതിരിക്കാനുള്ള ഇതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടെന്ന് ആദ്യമൊക്കെ തോന്നുന്നില്ല. ആ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതിനകത്ത് ആ രാഷ്ട്രീയം
രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളത് ആതിരയ്ക്ക് അല്ല, തോന്നുന്നുണ്ടോ വേടനെ ഇല്ലയോ? ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ ആദ്യം ഈ CPM-ന്റെ പ്രതിനിധിയായിട്ടൊന്നും വന്ന ഒരാളല്ല. വേടന്റെ ആ ഒരു ആശയം ഹിറ്റ് ചെയ്യപ്പെടുന്നു എന്ന് കണ്ടപ്പോഴാണ് വേടനെ ബ്രാൻഡ് ആക്കിക്കൊണ്ടിരുന്നത്. അതിനുശേഷം കാരണം ഇവരുടെ രാഷ്ട്രീയം ഈ മുതലാളിത്തത്തിനെതിരെ ആയതുകൊണ്ട് ഓക്കെ ഇനി ഇവനെ വെച്ചെങ്കിലും നമുക്ക് നേടാമല്ലോ എന്ന് അത്രേ ഞാൻ വിചാരിച്ചു. ചോദിച്ചുള്ളൂ. അല്ല, അങ്ങനെയാണെങ്കിൽ മോഹൻലാലിനെ ഒക്കെ നമുക്ക് പറയേണ്ടി വരും. മോഹൻലാലിനെ പറഞ്ഞ പോലെ അല്ല വേടനെ പറയുന്നത്, രണ്ടും ഭയങ്കരമായിട്ടുള്ള അന്തരമുണ്ട്. അല്ല ഇവരെല്ലാം ഉപയോഗിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. ഇവരെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഉപയോഗപ്രദമാക്കാൻ ശ്രമിക്കുക. അങ്ങനെ സെലക്റ്റീവായിട്ടാണ് ഇതിനെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരിപ്പോ എടുത്തത് കൊണ്ട് മറ്റേ പാർട്ടി പക്ഷങ്ങൾക്ക് ഇയാളെ എടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ളത്. എല്ലാം പേയ്മെന്റ് ആണ്. വേടനും പേയ്മെന്റ് കിട്ടുന്നുണ്ട്, മോഹൻലാലിനും പേയ്മെന്റ് കിട്ടുന്നുണ്ട്. പിന്നീട് കേൾക്കുന്ന ആൾക്കാരൊക്കെ കുറച്ചൊക്കെ ബോധമൊക്കെ ഉള്ളവരാണെങ്കിൽ ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ഇതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടെന്നുള്ളത് കുറച്ച് വിവരമുള്ള ആൾക്കാർക്കെങ്കിലും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. വിവരമില്ലാത്ത ആൾക്കാരും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ഇതിപ്പം ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഇത് വെറുതെ നമ്മൾ വേടനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുള്ളത്. ധർമ്മടത്ത് ഇന്ന് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് വേടൻ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടില്ല, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രമേ. ശരിയാണ്, ഞാൻ ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അഭിമുഖം തന്നെയാണ്. ഇപ്പൊ വേടം പോകുന്നത് മുഖ്യമന്ത്രിയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ്. ധർമ്മടം മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്. അവിടേക്കാണ് ഇദ്ദേഹം പ്രചരണത്തിന് തന്നെ നമുക്ക് വിളിക്കേണ്ടി വരും. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെയൊക്കെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ CPM-ന്റെ ഇത്തരത്തിലുള്ള അവരുടെ പാർട്ടിക്കുള്ളിൽ പെടാത്ത ഒരാളെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇത് ചരിത്രത്തിൽ കുറിക്കപ്പെടട്ടെ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതെ അതെ.